ഇന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പി. ഈ ഒരു ബൗളിൽ ഒരു പാത്രം ജീരകശാല അരി, സബോള, ഏലക്കായ, കരയാമ്പൂ, ഒരു കഷ്ണം പട്ട, 2 പച്ചമുളക്, ഒരു മീഡിയം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഗാർണിഷിങ്ങിന് ഒരു സബോള ചുവക്ക വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഒരു അടിക്കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടീസ്പൂൺ ഗീ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഏലക്കായ, കരയാമ്പൂ, സബോള ഒക്കെ ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത പാത്രത്തിൽ ജീരകശാല അരി കഴുകി വാര വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. വെള്ളം വറ്റുന്ന വരെ ഇളക്കണം. അതിനുശേഷം ഏതു പാത്രത്തിലാണോ നമ്മൾ അരി എടുത്ത് വെച്ചാൽ അതിൻ്റെ 2 പാത്രം, ഒരു പാത്രം ബൗളിൽ അരി എടുത്തതിന് 2 പാത്രം ബൗളിൽ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, ക്യാരറ്റ്, ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് തിളയ്ക്കുമ്പോൾ മൂടി വെച്ച് മീഡിയം തീയിൽ വേവിക്കുക. ഇടയ്ക്ക് നിങ്ങൾ മൂടി തുറന്ന് വെള്ളം വറ്റിയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. വെള്ളം വറ്റി എന്ന് തോന്നിയാൽ അത് പൊത്തി വെച്ച് അതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി വിതറി നെയ്യ് ഒഴിച്ച് 2 ടീസ്പൂൺ നെയ്യ് അതിൻ്റെ മീതെ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത സബോള, മല്ലിച്ചപ്പ് എന്നിവ ഇട്ട് മൂടി 5 മിനിറ്റ് വീണ്ടും സിമ്മിൽ വേവിക്കേണ്ടതാണ്. അതിനുശേഷം മൂടി തുറന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി നെയ്ച്ചോറ് റെഡി.